നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം കഴിഞ്ഞു. FC ബാഴ്സലോണ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് റൗണ്ട് ഓഫ് 16ലേക്ക് നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള ക്വാളിറ്റി FC ബാഴ്സലോണക്കുണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു കോച്ച് ഹൻസി ഫ്ലിക്ക്. ഇന്നലെ കോപ്പൻഹേഗനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗ് വിജയിക്കാനുള്ള ക്വാളിറ്റി ഞങ്ങൾക്കുണ്ട്. പക്ഷേ വി ഹാവ് ടു മച്ച് ടു ഇംപ്രൂവ്. ഒരുപാട് ഇനിയും ഞങ്ങൾക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട്. അതിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ഇമ്പ്രൂവ് ആവാനൊന്നും പറ്റില്ല. ഇവിടം മുതൽ വി ഹാവ് ടു സ്റ്റാർട്ട് റൈറ്റ് നൗ. ഇപ്പോൾ മുതൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമങ്ങൾ തുടങ്ങേണ്ടതുണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഹൻസി ഫ്ലിക്ക് പറയുന്നത്. അതായത് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്കൊക്കെ പോവാൻ അവർക്ക് ക്വാളിറ്റി ഉണ്ട്, അതിനെയും വർക്ക് ചെയ്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ടെന്ന് കൂടി അദ്ദേഹം വളരെ യാഥാർത്ഥ്യബോധത്തോടു കൂടി പറയുകയാണ്. പിന്നെ അദ്ദേഹം കളിയെക്കുറിച്ച് പറഞ്ഞത് തീർച്ചയായിട്ടും ഇത് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു മത്സരമാണ്. ഞങ്ങൾക്ക് ഇനിയും ബെറ്റർ ആവാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കുക, ഈ ചാമ്പ്യൻസ് ലീഗ് ടേബിൾ നോക്കിയാൽ ടോപ്പ് 8ൽ 5 ടീമും പ്രീമിയർ ലീഗിൽ നിന്നാണ് എന്ന് പറഞ്ഞാൽ ആ ലീഗ് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് കാണിക്കുന്ന ഒന്നാണ്. എന്നിട്ട് അവർക്കിടയിൽ നമുക്ക് ടോപ്പ് 8ൽ സ്ഥാനം കിട്ടുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ കാണുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ടീമിലെ യുവതാരങ്ങൾ മികച്ച പ്രകടനം നടത്തിയിട്ടുമുണ്ട്. എന്നാൽ പോലും ടീമിൻ്റെ വിജയത്തിൽ ഞാൻ ഹാപ്പിയാണെന്ന് പറയുമ്പോഴും ഞങ്ങൾ അത്ര നല്ല രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത്. വി സ്റ്റാർട്ടഡ് വെരി ബാഡ്ലി. പ്രത്യേകിച്ച് ഈ ചാമ്പ്യൻസ് ലീഗിലെ മൊത്തം കാര്യങ്ങൾ എടുത്താലും ഞങ്ങൾ നല്ല രൂപത്തിലല്ല സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ അവസാന മത്സരം വിജയിച്ച് കാര്യങ്ങൾ മാറ്റിമറിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ട് പോകാനുള്ള ക്വാളിറ്റി ഈ ടീമിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കൂടി ഹൻസി ഫ്ലിക്ക് പറയുന്നു. അപ്പോൾ സുഹൃത്തുക്കളുടെ അഭിപ്രായം എന്താണ്? ഈ ബാഴ്സ ടീമിന് ചാമ്പ്യൻസ് ലീഗ് നേടാനുള്ള കെൽപ്പുണ്ടോ, കരുത്തുണ്ടോ, ക്വാളിറ്റി ഉണ്ടോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.